വിശദമായ വാർത്തകളിലേക്ക്. പകരച്ചുങ്ക വിവാദം തുടരുന്നതിനിടെ അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UN പൊതുസഭാ സംവാദത്തിൽ പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അഭിസംബോധന നടത്തുന്ന പരിപാടിക്കിടെ മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്കും പദ്ധതിയുണ്ടായിരുന്നു. ഇന്ത്യയോടുള്ള നിലപാട് ട്രംപ് മയപ്പെടുത്തുകയാണെന്ന വാർത്തകളും പുറത്തുവിടുന്നുണ്ട്. ഇന്ത്യ ചൈന റഷ്യ ചർച്ചകളെ രൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ട്രംപ് നിലപാട് മാറ്റി. ഇന്ത്യ ചൈനയുടെ പക്ഷത്തേക്ക് പോയിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാനായ നേതാവാണെന്നും നല്ല സുഹൃത്തുമാണെന്നും ട്രംപ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് മാത്രമാണ് എതിർപ്പ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. I don't think we have. I've been very disappointed that India would be buying so much oil, as you know, from Russia, and I let them know that. We put a very big tariff on India, 50% tariff, very high tariff. I get along very well with Modi, as you know. He's great. He was here a couple of months ago. It should be easy, and we know who it is. We know exactly. I always will. I'll always be friends with Modi. He's great. Prime Minister, he's great. I'll always be friends, but I just don't like what he's doing at this particular moment. But India and the United States have a special relationship. There's nothing to worry about. We just have moments on occasion. ട്രംപ് അയക്കുന്ന സൂചന വരുന്നുണ്ടെങ്കിലും മറിച്ചാണ് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുടെ വാക്കുകൾ. പകരച്ചുങ്കം 50% തന്നെയായി തുടരുമെന്നും 2 മാസത്തിനുള്ളിൽ ഇന്ത്യ ക്ഷമ പറയുമെന്നും മറ്റുമാണ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കിന്റെ വീരവാദം. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അഭിലാഷ്, മോദിയുമായി ബന്ധപ്പെട്ട വാക്കുകളിൽ ട്രംപിന് ചില മാറ്റങ്ങളുണ്ട് എങ്കിൽ പോലും പകരച്ചുങ്കത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള സൂചനകളല്ലേ പുറത്തു വരുന്നത്? രഞ്ജിത്ത്, പകരച്ചുങ്കത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മാത്രമല്ല, ഇത് വരുന്ന മാസങ്ങളിൽ തുടരുമെന്നും ഇന്ത്യ അമേരിക്കയോട് ക്ഷമാപണം നടത്തുമെന്നുമാണ് അമേരിക്കൻ കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാക്കുകൾ മയപ്പെടുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നും എന്നാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ അധികമായി എണ്ണ വാങ്ങുന്നതിൽ മാത്രമാണ് തനിക്ക് വിയോജിപ്പുള്ളതും എന്നുമുള്ളൊരു നിലപാടിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ എല്ലാ വർഷവും നടക്കുന്ന UN ജനറൽ അസംബ്ലി അമേരിക്കയിലാണ് നടക്കുന്നത്. ഈ സെപ്റ്റംബർ 9 മുതൽ 28 വരെ, അതിൽ സെപ്റ്റംബർ 23 മുതൽ 29 വരെയാണ് UN ജനറൽ അസംബ്ലിയിൽ ഡിബേറ്റ് നടക്കുന്നത്. ഈ ഡിബേറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം ഉലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കേണ്ടതില്ല എന്നാണ് ഇന്ത്യയുടെ തീരുമാനം. പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം ഇന്ത്യയും അമേരിക്കയുമായി അതിശക്തമായ ഒരു നയതന്ത്ര ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഈ ഇന്ത്യക്കെതിരെ അമേരിക്ക അധിക ചുങ്കം ഏർപ്പെടുത്തിയത് മുതൽ ഈ നയതന്ത്ര ബന്ധം ഉലഞ്ഞിരുന്നു. അതേസമയം ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മറ്റു മാർക്കറ്റുകൾ തേടി ചൈന അടക്കമുള്ള രാജ്യങ്ങളുമായി ബന്ധം അടുപ്പിക്കുന്ന അല്ലെങ്കിൽ ബന്ധം ശക്തമാക്കുന്ന ഒരു നിലപാടിലേക്ക് ഇന്ത്യ കടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ബ്രിക്സ് രാജ്യങ്ങൾ അതിശക്തമായ രീതിയിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ ഇന്ത്യ, ചൈന, റഷ്യ ഈ 3 രാജ്യങ്ങൾ ഒരുമിച്ച് 3 രാജ്യങ്ങളുടെ നേതാക്കൾ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഇത് അമേരിക്കയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഏഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് ഏറ്റവും ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തെ ഇപ്പോഴത്തെ അമേരിക്കൻ നിലപാടിലൂടെ, താരിഫ് ഉയർത്തിയ നിലപാടിലൂടെ ചൈനയുമായി അടുപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അത് അമേരിക്കയ്ക്ക് വലിയ തലവേദനയാകുന്ന ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ നിലപാടിൽ നിന്ന്, അതായത് തങ്ങൾക്ക് ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടെടുത്ത അമേരിക്കയുമായി കൂടുതൽ ബന്ധത്തിനോ അല്ലെങ്കിൽ ഒരു അയഞ്ഞ നിലപാടെടുത്ത് താരിഫ് ഒഴിവാക്കുന്ന ഒരു നിലപാടിലേക്കോ ഇന്ത്യ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യ മറ്റു വിപണികൾ കണ്ടെത്തി അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അക്കാര്യം തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും ഇന്ത്യ എവിടുന്നാണ് എന്ത് സാധനമാണ് വാങ്ങേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്ന ഇന്ത്യയാണ്. അതിൽ വിദേശ ഇടപെടലുകളോ ഭീഷണിയോ ഒന്നും ഇന്ത്യയിൽ വിലപ്പോകില്ല എന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യൻ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ എടുത്തിരിക്കുന്നത്. എന്നാൽ
കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു തരത്തിലേക്ക് എത്തിയെന്ന് തിരിച്ചറിഞ്ഞ ഡൊണാൾഡ് ട്രംപ് നിലപാട് മയപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. സാഹചര്യം ഏതായാലും ട്രംപ് ഇത്തരത്തിൽ നിലപാടുകൾ മാറ്റുന്ന ആദ്യമായല്ല. പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ വ്യത്യാസങ്ങൾ വരുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാറുണ്ട്. പകരച്ചുങ്കത്തിൽ അമേരിക്കൻ നിലപാട് കർക്കശമാക്കി എത്ര തുടർന്നാലും ഇന്ത്യ വഴങ്ങില്ലെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂസ് 18നോട് പറഞ്ഞത്. കൊളോണിയൽ ഭാഷ ഇന്ത്യയോട് വേണ്ടെന്നും ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫും മാനേജിംഗ് ഡയറക്ടറുമായ രാഹുൽ ജോഷിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ധനമന്ത്രി പറഞ്ഞു. Now that tariffs with the US are at 50%, what is the likely impact on the GDP going forward? But with the reform like this, many of that should be offset. It's a dynamic situation where you're moving from one to another with newer players coming in, newer factors coming into play. We will come out with something to handhold those who are hit by the 50% tariff from the US. This has been said earlier. I've met up with the delegations when I went to Chennai in recent past few days. അമേരിക്ക ഏറ്റവും വലിയ പ്രശ്നമായി ഉന്നയിക്കുന്ന റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങലിലും ഇന്ത്യ ഉറച്ച നിലപാടിലാണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. Nirmalaji, will we also continue to buy Russian oil? Yes, that's been made very plain and simple. Whether it is Russian oil or anything else, it's our decision to buy from the place which suits our big ticket foreign exchange related item. We will have to take a call which suits us best. ചൈനയുമായുള്ള തുറന്ന ബന്ധത്തിന് ഇന്ത്യ തയ്യാറാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. We need to have trade conversations, market access conversations. Market access is something which has not been realized despite our almost a decade-long engagement with the Chinese. In between, everything had come to a halt. GSTയിൽ പരിഷ്കരണം നടത്തിയ ശേഷമുള്ള അഭിമുഖത്തിൽ അക്കാര്യങ്ങളും വിശദമായി ധനമന്ത്രി പറഞ്ഞു. പകരച്ചുങ്കം മൂലമുള്ള പ്രതിസന്ധി മറികടക്കാൻ കഴിയുന്നതാണ് GST പരിഷ്കരണം. സാധാരണക്കാരെ മാത്രമല്ല സമ്പന്നർക്കും ഗുണം ചെയ്യുന്നതാണ് പുതിയ GST സ്ലാബുകളെന്നും ധനമന്ത്രി വ്യക്തമാക്കി. Well, the Prime Minister did announce it from the Red Fort on Independence Day. Even about 8 months ago, he called me once and had a long talk about how GST can be revamped, looked at. He said, look, both from the point of view of the process and also for the common man, the tax rates, is there a way in which we can make it simpler? Is that I just want simplistic or simplified, not simplistic, simplified way of doing business. മറ്റൊരു വാർത്തയിലേക്ക്. ധർമ്മസ്ഥലയിൽ നിരവധി പേരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം കേരളത്തിലേക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കാൻ മനാഫിന് നോട്ടീസ് നൽകി. ധർമ്മസ്ഥല കേസിന്റെ ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ജിതേന്ദ്രകുമാർ ദയാമ IPSന് മുന്നിൽ ഹാജരാവാനാണ് നിർദ്ദേശം. അതേസമയം തിങ്കളാഴ്ച ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിലെത്തി തെളിവുകൾ കൈമാറുമെന്ന് മനാഫ് വ്യക്തമാക്കി. KV ബൈജു, ശരിയാണ് ബൈജു, ഇതിൽ ഇപ്പോൾ വാദികൾ പ്രതിയായ പശ്ചാത്തലമൊക്കെ ഉണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ നീക്കം എന്താണ്? തീർച്ചയായും രഞ്ജിത്തെ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ ധർമ്മസ്ഥല കേസ് ഇപ്പോൾ കുഴഞ്ഞു മറിഞ്ഞ ഒരു സാഹചര്യം എന്ന് പറയേണ്ടി വരും. കാരണം ഇതുവരെ, അതായത് ജൂലൈ 19-നാണ് ഈ SIT അന്വേഷണം ആരംഭിച്ചത്. ഈ സമയം വരെ SIT ഇതുവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല എന്നതിനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഈ അന്വേഷണം കേരളത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു എന്നതാണ്. അതായത് ഈ യൂട്യൂബറും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ മനാഫിനോട്, അതായത് ഇന്നലെയാണ് ഇത്തരത്തിൽ SIT ഓഫീസർക്ക് മുന്നിൽ ഹാജരാവാൻ നിർദ്ദേശം നൽകി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മനാഫിനോട് ഈ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് ഈ അന്വേഷണത്തിന് സഹായകരമായ തെളിവുകൾ അത് കൈമാറണം, അത് ഹാജരാക്കണം എന്നതാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ ഈ തെളിവുകളുമായി SITക്ക് മുന്നിലെത്തുക എന്ന് ആവശ്യപ്പെട്ടാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഏതായാലും ഓണവും നബിദിനവും ആയതുകൊണ്ട് തന്നെ മനാഫ് തിങ്കളാഴ്ച മാത്രമേ ഈ ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിൽ എത്തി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ
തെളിവുകൾ കൈമാറുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ പ്രേക്ഷകരുടെ ഒരു വിവരം കൂടി പങ്കുവെക്കാനുണ്ട്. അതായത് കഴിഞ്ഞ ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഈ ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 ഈ വിവരം ആദ്യം പുറത്തു കൊണ്ടുവരുന്നതും അത്തരത്തിലുള്ള ഓരോ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ ഇത് സംബന്ധിച്ച അപ്ഡേറ്റുകളൊന്നും തന്നെ നൽകിയിരുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആധികാരികമായ വാർത്തകൾ മാത്രമാണ് ന്യൂസ് 18 നൽകാൻ ആഗ്രഹിക്കുന്നത്. അത് SITയുടെ ഭാഗത്തു നിന്നാണ് ഇനി വരേണ്ടത്. തുടക്കത്തിൽ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ ചൂണ്ടിക്കാട്ടിയ വിവരങ്ങൾ, അത്തരം പരിശോധനകൾ അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും SIT പുറത്തുവിടുന്നില്ല. ഇതിൽ ചിന്നയ്യ ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ്. ആദ്യം തുടക്കത്തിൽ 10 ദിവസത്തെ കസ്റ്റഡിയാണെങ്കിൽ ഇപ്പോൾ കസ്റ്റഡി കാലാവധി കൂടുതൽ ആകിയിരിക്കുന്നു. അത്തരത്തിൽ ഇപ്പോഴും ഇപ്പോൾ മനാഫ് തന്നെ നേരിട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനാഫ്, ഇപ്പോൾ മനാഫിന്റെ കൈവശമുണ്ടായിരുന്ന തെളിവുകൾ അത് ഹാജരാക്കാനാണ് നിർദ്ദേശം. അന്വേഷണവുമായി സഹകരിക്കാൻ തന്നെയാണല്ലോ തീരുമാനം, അല്ലേ? തീർച്ചയായിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഭയക്കേണ്ടതാ ഉള്ളത്? ഒന്നുമില്ലല്ലോ. ഈ വിഷയത്തിൽ സത്യസന്ധമായ കാര്യങ്ങളാണ് ജനങ്ങളെ അറിയിച്ചത്. ആ വിഷയത്തിൽ തന്നെ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും സഹകരിക്കാന്ന് മുന്നേ പറഞ്ഞതാണ്. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ SITന്റെ മുന്നിൽ അവതരിപ്പിക്കും. പക്ഷെ ഇതുവരെയുള്ള അന്വേഷണം, മനാഫ് നിരവധി തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെയുള്ള അന്വേഷണം അത്ര ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തുന്ന തരത്തിലല്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റൂല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇവിടെ ഇപ്പൊ കേരളത്തില് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള അസ്ഥികൂടങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിട്ടിയ അസ്ഥികൂടങ്ങള് ആണിന്റേതാണ്. ഇങ്ങനെ തരത്തിലുള്ള എന്താ പറയാ അപപ്രചരണങ്ങൾ ഇവിടെ കേരളത്തിൽ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. SIT ഇന്നേ വരെ എവിടെയും പറഞ്ഞിട്ടില്ല അവിടുന്ന് അസ്ഥികൂടങ്ങൾ കിട്ടിയിട്ടുള്ള കാര്യമാണ്. അത് കിട്ടിയില്ല എന്ന് അവര് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവര് എവിടെയും പറഞ്ഞിട്ടില്ല ഇത് ആണിന്റേതാണെന്ന്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും SIT ഇതുവരെ പുറത്തുവിടാത്തത്. ഇവിടെ കുറെ കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിയന്നെ ചെയ്യും. സത്യത്തിന്റെ കൂടാണ് ഞാനൊക്കെ നിൽക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരുപാട് പ്രചരണങ്ങൾ ഈ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രചരണങ്ങളുടെ ഒരു കേന്ദ്രബിന്ദു എന്താണെന്നാണ് മനാഫ് വിശ്വസിക്കുന്നത്? കാരണം നമ്മൾ നേരത്തെ പുറത്തു വന്ന കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. പക്ഷെ ഇത്രയും ദിവസം പല അന്വേഷണങ്ങൾ, ഇതിൻ്റെ ഏറ്റവും ആധുനികമായ അന്വേഷണ രീതികൾ പോലും മുന്നോട്ട് കൊണ്ടുപോയിട്ടും തെളിവുകളിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൽ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ആരോപണം മനാഫിനുണ്ടോ? ഇപ്പൊ നമ്മളെ ഈ സമൂഹത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള കുപ്രചരണം നടക്കുന്നത് കാരണം ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ SIT ഒരു കാര്യം പുറത്തു വിട്ടീന്. അതായത് ഞങ്ങൾക്ക് പോലും ഇതുവരെ ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. ഈ ഇപ്പം കൊണ്ടുപോയ അസ്ഥികളുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മണ്ണ് അവിടുന്ന് കുഴിയെടുത്ത എല്ലാ ഭാഗത്തുള്ള മണ്ണിന്റെ പരിശോധനയും പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പുറലോകത്തേക്ക് വന്നിട്ട് അവർക്ക് തന്നെ കിട്ടിയിട്ടില്ല എന്ന് അവര് നോട്ടീസ് പറയേണ്ടി വന്നു. അപ്പൊ ഇവിടെ നടക്കുന്ന ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത്, പിന്നെ പല ആളുകളും പറഞ്ഞ അവിടെ ഒന്നുമില്ല, എല്ലാം കെട്ടുകഥ ഇനിയൊന്നും പറയണ്ടെങ്കിൽ SIT ഇപ്പത്തേക്ക് എന്താക്കും? വെറുതെ SITയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വേറെയും ജോലി ഉണ്ടല്ലോ. അവരൊക്കെ അവരുടെ ജോലിക്കായിട്ട് SIT പിരിച്ചു വിട്ടു പോകൂലേ? SIT കർണാടക മുഖ്യമന്ത്രിക്ക് ലെറ്റർ എഴുതിക്കിന്, ഈ SITയിലുള്ള ആളുകൾ പര്യാപ്തമല്ല, ഞങ്ങളെ SIT വലുതാക്കാൻ വേണ്ടിയിട്ട് ഇനിയും ആളുകളെ വേണമെന്ന് ശുപാർശ ചെയ്തിക്കണ്. ഇങ്ങനെ അവിടെ ഒന്നുമില്ലെങ്കിൽ ഈ ശുപാർശ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. SIT തുടങ്ങിയിട്ടേ ഉള്ളൂ കാര്യങ്ങള്. അപ്പൊ SITന്റെ പരിധിയിൽ വരുന്ന എല്ലാ ആളുകളെയും, സുപ്രധാനപ്പെട്ട എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യും. ഇന്നലെ എന്നെ വിളിപ്പിച്ച ദിവസവും ഞാനത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിക്കണ്. കാരണം ഇന്നെ മാത്രമല്ല, അതേമാതിരി ഗിരീഷ് മട്ടന്നൂരിന് ഇന്നലെ അയാൾക്കും നോട്ടീസ് കൊടുത്തിനത്. അയാൾ ഹാജരായിട്ടുണ്ട്. ഞാൻ ഉള്ളത് കേരളത്തിലല്ലേ. ശരി മനാഫ്, ശരി. തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മനാഫാണ് തത്സമയം. പറഞ്ഞോളൂ. പിന്നെ ഒരു കാര്യം കൂടി എന്താണ്, ഇത് നല്ലൊരു അവസരമാണ് SIT ഞങ്ങളെ വിളിച്ചത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആക്ഷൻ കമ്മിറ്റി കേരളത്തിൽ നിലവിലുണ്ട്. ഈ ആക്ഷൻ കമ്മിറ്റിന്റെ മുന്നിലേക്ക് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ SITനെ നേരിട്ട് പോയി ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമാക്കിയിട്ടേ നമ്മളിത് മാറ്റുള്ളൂ.
കാരണം കേരളത്തിൽ ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടത് നമ്മൾ നിരന്തരം പരാതികൾ മുഖ്യമന്ത്രിക്ക് DGPക്ക് എല്ലാവർക്കും പരാതികൾ കൊടുത്തതുണ്ട്. ഇവിടുന്ന് അതിനുള്ള യാതൊരു തരത്തിലുള്ള മറുപടിയും കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ശരി, ആ പരാതികൾ ഇനി നേരിട്ട് നമുക്ക് SITന്റെ മുന്നിൽ ശരി മനാഫ്, ശരി, അതാണ് നിലപാട് മനാഫിന്റെ. ഏതായാലും മനാഫ് ആരോപണങ്ങൾ ഉയർച്ചു നിൽക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നമുക്ക് തിരിച്ചു വരാം കൂടുതൽ വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തെ ചൊല്ലി പാർട്ടി നേതൃത്വത്തോട് അതൃപ്തി പ്രകടിപ്പിച്ച് BJP നേതാവ് TP സെൻകുമാർ. ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിക്കാൻ OBC മോർച്ചയെ ഏൽപ്പിച്ചതിലാണ് അതൃപ്തി. ഗുരുദേവൻ ഒരു വർഗത്തിന്റെ മാത്രമാണല്ലെന്നത് ഇപ്പോഴും അറിയില്ലേ എന്നും TP സെൻകുമാർ ചോദിക്കുന്നു. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഇതായിപ്പോൾ TP സെൻകുമാർ കഴിഞ്ഞ കുറേ നാളുകളായി BJPയുടെ ഭാഗമാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് ചില അസംതൃപ്തികൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ പുറത്തു വരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പരിപാടി ഇന്ന് കൊച്ചിയിൽ വൈകിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. അത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷവും സാംസ്കാരിക സമ്മേളനവുമാണ് നടത്തുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗം, അത് BJPയുടെ ഭാഗമായി തന്നെ OBC മോർച്ചയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതായത് OBC മോർച്ച എന്തിന് OBC മോർച്ച എന്ന ഒരു പ്രത്യേക സംവിധാനത്തിൽ നടത്തുന്നു എന്നതാണ് TP സെൻകുമാർ ചോദിക്കുന്നത്. അത് BJPക്ക് തന്നെ നേരിട്ട് നടത്താവുന്ന ഒരു പരിപാടിയല്ല, പിന്നെ എന്തുകൊണ്ട് അത് OBC മോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്നു എന്നതാണ് ഈ TP സെൻകുമാറിന്റെ ഒരു ചോദ്യമായിട്ട് വരുന്നത്. അദ്ദേഹം പറയുന്നത്, ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, 1916 തന്നെ ഗുരുദേവൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാം ഒരു വർഗത്തിന്റെ മാത്രമാണല്ലെന്നും നാം ജാതിഭേദം വിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നുവെന്നും ഗുരുദേവൻ തന്നെ അരുളി ചെയ്ത കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ BJP നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ പരിപാടിയിൽ അദ്ദേഹത്തെയും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘാടകർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുന്നതും ഇപ്പോൾ അദ്ദേഹം അതിനുള്ള ഒരു എതിർപ്പ്, OBC മോർച്ച സംഘടിപ്പിക്കുന്നതിനുള്ളൊരു എതിർപ്പ് അദ്ദേഹം അത് പരസ്യമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ രീതിയിലല്ല അത് സംഘടിപ്പിക്കേണ്ടത്, BJP ചുമതലപ്പെടുത്തുന്നു എന്ന ചോദ്യത്തിലൂടെ അദ്ദേഹം ഇപ്പോൾ അതിൽ ഉള്ളൊരു അസംതൃപ്തി അദ്ദേഹം പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് പ്രകടമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം BJPയുടെ ഒരു സഹയാത്രികനാണ്, BJPയെ പിന്തുടർന്നാണ്, നേതൃത്വവുമായെല്ലാം വളരെ ശക്തമായ ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഈ സംഘാടനത്തിൽ ഇങ്ങനെയല്ല അത് സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ശരി ഡാനി. കൊല്ലം കൊട്ടാരക്കര പുത്തൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. കുഴക്കാട് സ്വദേശി ശ്യാം സുന്ദറാണ് കൊല്ലപ്പെട്ടത്. പ്രതി ധനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. S വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പുത്തൂർ കുഴക്കാട് മുക്കിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊലപാതകം നടന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിലായിരുന്നു 44 വയസ്സുള്ള ശ്യാം സുന്ദറിനെ
അതിദാരുണമായി കുത്തി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ശ്യാം സുന്ദർ മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ച് വന്നിരുന്നത്. പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അയൽവാസിയായ ധനേഷാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇരുവരും തമ്മിലുള്ള വിരോധമായിരുന്നു ഇത്തരത്തിലുള്ളൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഏകദേശം 4 വർഷം മുൻപാണ് ഈ ശ്യാം സുന്ദറിൻ്റെ ഭാര്യ ധനേഷിനോടൊപ്പം പോയത്. ഇതുമായി ബന്ധപ്പെട്ട ചില വിരോധം ഇരുവരുടെയും ഇടയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്നുണ്ടായ ഒരു വിരോധമായിരുന്നു രാത്രിയിൽ ഇവിടെ എത്തിയ ധനേഷ് ഈ ശ്യാം സുന്ദറിനെ കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 12 മണിയോടുകൂടി ഒരു അയൽവാസി ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു നിന്ന ശ്യാം സുന്ദറിനെ കാണാനിടയായത്. ഉടൻ തന്നെ പോലീസ് ഈ വിവരം അറിയിക്കുകയായിരുന്നു. ശ്യാം സുന്ദറിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ശ്യാം സുന്ദറിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളൊരു ദുഃഖകരമായൊരു വാർത്തയാണ്. എന്തായാലും ഈ പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിവരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി പ്രത്യേക ഓണപരിപാടി മല്ലികാ സുകുമാരനുമായുള്ള അഭിമുഖം വാടാമല്ലി.